കേരള PSC PWD ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന്റെ ഡേറ്റ്, എക്സാമിന്റെ സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, സ്റ്റഡി പ്ലാൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എക്സാമിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. എക്സാം നടക്കാൻ പോകുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എക്സാമിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 071/2024, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്. എക്സാം നടക്കാൻ പോകുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ്. പിന്നെ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, 29/7/2025, അതായത് ജൂലൈ 29-നാണ് എക്സാം നടക്കാൻ പോകുന്നത്. കൂടാതെ എക്സാമിന്റെ അഡ്മിഷൻ ടിക്കറ്റ് 15/7 മുതൽ, അതായത് ജൂലൈ 15 മുതൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയി തുടങ്ങും. എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 22/4/2025 മുതൽ 11/5/2025 വരെ, അതായത് ഏപ്രിൽ 22 മുതൽ മെയ് 11 വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം. എക്സാം നടക്കാൻ പോകുന്നത് OMR ഓൺലൈൻ ആണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മിക്കവാറും OMR എക്സാം ആയിരിക്കും. 100 മാർക്സിനാണ് എക്സാം നടക്കാൻ പോകുന്നത്. മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും. 1 hour 30 minutes ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 14,128, അതായത് 14,128 ആൾക്കാരാണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് എക്സാമിന്റെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമുക്കതിന്റെ സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് നോക്കാം. മൊത്തം സിലബസിനെ 9 മൊഡ്യൂൾസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ മൊഡ്യൂൾസിന്റെ ടോപ്പിക്സും അതിന്റെ മാർക്ക് ഡിവിഷൻസും എല്ലാം കൃത്യമായിട്ട് സിലബസ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് ചെക്ക് ചെയ്യാം. അതിൽ തന്നെ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫുൾ ടോപ്പിക്സ് ഞാൻ വായിച്ചു പോകുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്നുള്ളത്, ഒരു മൊഡ്യൂളിലും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്നുള്ളത് മാത്രമേ സ്പെസിഫൈ ചെയ്ത് പോകുന്നുള്ളൂ. സിലബസ് മൊത്തമായിട്ട് വേണ്ടവർക്ക് PDF അവൈലബിൾ ആണ്. കൂടാതെ ഇത് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 1, 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 1 എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഡിവൈസസ് എന്നാണ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ EDC, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള മൊഡ്യൂളാണത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇലക്ട്രോണിക് ഡിവൈസിൽ ഇവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നേരെ PN ജംഗ്ഷൻ ഡയോഡ്, അതിന്റെ വർക്കിംഗ്, അതിൻ്റെ അകത്ത് വരുന്ന VI ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, LED തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിലേക്ക് പോവാണ്. PNP, NPN തുടങ്ങിയ ട്രാൻസിസ്റ്റേഴ്സ്, അതിന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻസ്, പിന്നെ മോസ്ഫെറ്റ്, അതിന്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ അതിന്റെ ടൈപ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, പിന്നെ പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടുള്ള SCR, ട്രയാക്ക്, അതിന്റെ വർക്കിങ്ങും ക്യാരക്ടറിസ്റ്റിക്സും. ഇത്രയുമാണ് മൊഡ്യൂൾ 1-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 10 മാർക്സിന്റെ വെയിറ്റേജ് ആണ് മൊഡ്യൂൾ 1-നുള്ളത്. സിമിലർലി മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ മൊഡ്യൂളാണ്. നമ്മുടെ അനലോഗ് സർക്യൂട്ട്സ്, അനലോഗ് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനലോഗ് ഇലക്ട്രോണിക്സിലെ എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലവണ്ണം ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് മൊഡ്യൂൾ 2-ൽ. അതുപോലെ തന്നെയാണ് ഒരുവിധം എല്ലാ മൊഡ്യൂൾസ് എല്ലാം. മാക്സിമം ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയ ടോപ്പിക്സ് എല്ലാം അവർ ഈ ഒരു ഷോർട്ട് ടൈമിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അനലോഗ് സർക്യൂട്ട്സിൽ ആദ്യം വരുന്നത് RC ഡിഫറൻഷിയേറ്റിംഗ് ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട്സ് ആണ്. പിന്നെ ഡയോഡിന്റെ സർക്യൂട്ട്സ് വരുന്നുണ്ട്. പിന്നെ ട്രാൻസിസ്റ്ററിന്റെ ബയസിങ്, അത് കഴിഞ്ഞിട്ട് നേരെ BJT ആംപ്ലിഫയറിലേക്ക് പോവുകയാണ്. RC കപ്പിൾഡ് ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ, അതിന്റെ ഫ്രീക്വൻസി അനാലിസിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ മോസ്ഫെറ്റ് ആംപ്ലിഫയറിലേക്ക് പോവുകയാണ്. മോസ്ഫെറ്റ് ആംപ്ലിഫയറിന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഒക്കെ ഈ മോസ്ഫെറ്റിൽ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാസ്കോഡ് ആംപ്ലിഫയർ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഒക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ എഫക്റ്റുകൾ, ഡിഫറെന്റ് ഫീഡ്ബാക്ക് കോൺഫിഗറേഷൻസ്. അത് കഴിഞ്ഞിട്ട് നേരെ ഓസിലേറ്റേഴ്സിലേക്ക് പോവാണ്. ഓസിലേറ്റേഴ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഹാർട്ട്ലി, കോൾപിറ്റ്സ്, RC ഫേസ് ഷിഫ്റ്റ്, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ആ ഓസിലേറ്റേഴ്സ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ വരുന്നത് പവർ ആംപ്ലിഫയർ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്, അതിന്റെ എഫിഷ്യൻസി ഡിസ്റ്റോർഷൻ ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിലേക്ക് കിടക്കുകയാണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബേസിക് ഫീച്ചേഴ്സ്, കോമൺ മോഡ് ഗെയിൻ, CMRR, ആ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഓപ്പാമ്പിന്റെ സർക്യൂട്ട്സ്, ഓപ്പാമ്പ് വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള ഓപ്പാമ്പ് സർക്യൂട്ട്സ്, ആംപ്ലിഫയേഴ്സ്, വോൾട്ടേജ് ഫോളോവേഴ്സ്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഓപ്പാമ്പിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള വിർച്വൽ ഷോർട്ട് കൺസെപ്റ്റ്, പിന്നെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ആ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് വരുന്ന ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ഓപ്പാമ്പിന്റെ സർക്യൂട്ട്സ്, ലീനിയർ സർക്യൂട്ട്സ്, നോൺ ലീനിയർ സർക്യൂട്ട്സ്. ആദ്യം ലീനിയർ സർക്യൂട്ട്സ് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പാമ്പിന്റെ നോൺ ലീനിയർ സർക്യൂട്ട്സ് വരുന്നുണ്ട്.
പോസിറ്റീവ് ഫീഡ്ബാക്കിലുള്ള സർക്യൂട്ട്, സ്മിത്ത് ട്രിഗർ, ലോഗ്, ആൻറ്റി ലോഗ്, അതൊക്കെ നോൺ ലീനിയർ അപ്ലിക്കേഷൻ ആണ്. ഡിഫറൻഷിയേറ്റർ, പ്രിസിഷൻ റെക്ടിഫയേഴ്സ്, ദാറ്റ് ഈസ് എ നോൺ ലീനിയർ അപ്ലിക്കേഷൻ. ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പാമിന്റെ ഓസിലേറ്റർ സർക്യൂട്ട്സ്, പോസിറ്റീവ് ഫീഡ്ബാക്കിൽ വരുന്ന ഓസിലേറ്റർ സർക്യൂട്ട് മൾട്ടി വൈബ്രേറ്ററിലേക്ക് കിടക്കുകയാണ്. ഫേസ് ഷിഫ്റ്റ്, വെയിൻ ബ്രിഡ്ജ്, പിന്നെ ട്രയാങ്കുലർ വേവ് ഫോം ജനറേറ്റേഴ്സ്, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഫിൽട്ടേഴ്സ്, ആ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ടൈമർ ആൻഡ് VCO. നമുക്കറിയാം ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടൈമർ ആൻഡ് VCO എന്ന് പറയുന്നത്. 555 അതിന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻ, VCOയിൽ PLLന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 2 വരുന്നത്. മൊത്തം വെയിറ്റേജ് ഞാൻ പറഞ്ഞു, 10 മാർക്സിന്റെ വെയിറ്റേജ് ആണ് മൊഡ്യൂൾ 2 എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3യിലും 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഡിജിറ്റൽ ആണ്. ഡിജിറ്റൽ നമ്പർ സിസ്റ്റം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബുളിയൻ ഓൾജിബ്ര, എല്ലാ ഡിജിറ്റൽ സിലബസ് പോലെ തന്നെ ബുളിയൻ ഓൾജിബ്ര, പിന്നെ ഫണ്ടമെന്റൽ ഗേറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ബുളിയൻ ഓൾജിബ്രയിൽ തന്നെ വരുന്നതാണ് സോപ്പ് എക്സ്പ്രഷൻ, പോസ് എക്സ്പ്രഷൻ, ആ കാര്യങ്ങളൊക്കെ. പിന്നെ പിന്നെ വരുന്നൊരു സംഭവമാണ് വെരിലോഗ് കോഡ്സ് വെച്ചിട്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗേറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആ ഭാഗത്ത് ചോദിക്കാൻ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ആഡർ, സബ്സ്ട്രാക്ടർ, മൾട്ടിപ്ലക്സർ, ആ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്, അതിൽ എന്ത് വരും, ലാച്ചസ് വരും, ഫ്ലിപ്പ് ഫ്ലോപ്പ് വരും, അത് വെച്ചിട്ടുള്ള കൗണ്ടേഴ്സ് വരും, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് വരും, ആ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ലോജിക് ഫാമിലീസിന്റെ സെക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലോജിക് ഫാമിലീസ്, TTL, ECL, CMOS ലോജിക് ഫാമിലീസ്, അതിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, നോയ്സ് മാർജിൻ, ഫാൻ ഔട്ട്, പ്രൊപ്പഗേഷൻ ഡിലേ, ആ കാര്യങ്ങളൊക്കെയുള്ള കമ്പാരിസൺ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ 3 എന്ന് വരുന്നത്. പിന്നെ മൊഡ്യൂൾ 4 മൈക്രോ പ്രൊസസ്സർ ആണ്. മൊഡ്യൂൾ 4ൽ വരുന്നത് 10 മാർക്സിന്റെ വെയിറ്റേജ് ആണ്. മൈക്രോ പ്രൊസസ്സർ ആണ്. മൈക്രോ പ്രൊസസ്സറിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മൈക്രോ പ്രൊസസ്സറിന്റെ ആർക്കിടെക്ചർ വരുന്നുണ്ട്. പിന്നെ ഇന്റർഫേസിങ്ങും പ്രോഗ്രാമിംഗ് ബേസിക്സും വരുന്നുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ടൈമർ, കൗണ്ടർ, പിന്നെ അതിന്റെ മോഡ്സ്, ആ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ. പിന്നെ മെമ്മറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ടൈപ്സ് ഓഫ് മെമ്മറി, റാം, റോം, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനും കൂടെ മൈക്രോ പ്രൊസസ്സറിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 10 മാർക്സിന്റെ വെയിറ്റേജ് ആണ് മൈക്രോ പ്രൊസസ്സറിന്റെ സെക്ഷനിൽ ഉള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ബേസിക്കലി സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള മൊഡ്യൂളാണ്. 10 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ്, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്, ആ കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ സിസ്റ്റത്തിലേക്ക് വരികയാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം, LTA സിസ്റ്റം, അതേപോലെ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് സിഗ്നൽസിന്റെ ഫ്രീക്വൻസി കൺസെപ്റ്റ്. അത് കഴിഞ്ഞിട്ട് സിഗ്നൽ പ്രോസസിംഗ് ഫണ്ടമെന്റൽസ് കൊണ്ടൊരു സെക്ഷൻ, ഡിസ്ക്രീറ്റ് ടൈം ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ, ബേസിക് എലിമെന്റ്സ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ് സിസ്റ്റം, ADC, DAC, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് സിഗ്നൽ പ്രോസസിംഗ് ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. ഏലിയാസിംഗ്, ആന്റി അലിയാസിംഗ്, ആക്ച്വലി ഫിൽറ്റർ ഡിസൈനിന്റെ ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു സെക്ഷനാണ് അത്. അത്രയുമാണ് നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു എല്ലാ ടോപ്പിക്സും ഞാൻ വായിച്ചു പോകുന്നില്ല, അത് നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതാന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു പോവാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ A to Z കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോർഡിനേറ്റ് സിസ്റ്റംസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ് സിസ്റ്റം കഴിഞ്ഞിട്ട് ഗ്രേഡിയന്റ് എന്താണ്, ഡൈവേർജൻസ് എന്താണ്, കേൾ എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൈവേർജൻസ് തിയറം, സ്റ്റോക്സ് തിയറം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, കുളുംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇന്റൻസിറ്റി, അതിന്റെ അപ്ലിക്കേഷൻസ്, കുളുംസ് ലോന്റെ അപ്ലിക്കേഷൻസ്, ഗോസ് ലോന്റെ അപ്ലിക്കേഷൻസ്, പിന്നെ ഇലക്ട്രിക് ഡൈപോൾ, കപ്പാസിറ്റൻസ്, പോയ്സൺസ് ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻസ്, ബയർ-സവാർട്സ് ലോ, മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഡിഫറെന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻസ്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെക്ടർ പൊട്ടൻഷ്യൽ, ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ മാക്സ്വെൽസ് ഇക്വേഷന്റെ ഡിഫറെന്റ് ഫോം, പിന്നെ ആംബിയർ സർക്യൂട്ട്സ് ലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് വേവ് പ്രൊപ്പഗേഷന്റെ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ വേവ് ഇക്വേഷൻസും മാക്സ്വെൽസ് ഇക്വേഷനും തമ്മിലുള്ള റിലേഷൻസ്, പിന്നെ വേവിന്റെ പ്രൊപ്പഗേഷൻ ഓഫ് യൂണിഫോം പ്ലെയിൻ വേവ് ഇൻ ഫ്രീ സ്പേസ്, പിന്നെ അതിന്റെ ഡിഫറെന്റ് കണ്ടീഷൻസ്, സ്കിൻ എഫക്ട്, സ്കിൻ ഡെപ്ത്, അത്രയും കഴിഞ്ഞിട്ട് നേരെ പോയിന്റിംഗ് വെക്ടർ, പോയിന്റിംഗ് തിയറം വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ട്രാൻസ്മിഷൻ ലൈനിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ട്രാൻസ്മിഷൻ ലൈനിലുള്ള എക്സിസ്റ്റിംഗ് വേവ്സ് ഏതൊക്കെയാണ്, പിന്നെ അതിന്റെ ലൈൻ ഇക്വേഷൻ, സൊല്യൂഷൻസ്, പിന്നെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറ്. വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ, സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന 10 മാർക്സിന്റെ മൊഡ്യൂൾ.
അത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 7 വരുന്നത് ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. 10 മാർക്സിന്റെ വെയിറ്റേജോടുകൂടി വരുന്നതാണ് ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അനലോഗ് ഡിജിറ്റൽ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് നോയ്സിന്റെ അനാലിസിസ് വെച്ചിട്ടാണ്. അതിനു മുമ്പേ കുറച്ച് അനലോഗ് കമ്മ്യൂണിക്കേഷന്റെ ഫ്രീക്വൻസി ബാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോഡുലേഷന്റെ ബേസിക്സ്, പിന്നെ നോയ്സിന്റെ കുറച്ച് കാര്യങ്ങൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോയ്സും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, AM സ്റ്റാർട്ട് ചെയ്യാണ്. AMന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഒക്കെ, പിന്നെ അതിന്റെ പാരാമീറ്റേഴ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി മോഡുലേഷൻ. AMൽ പഠിച്ച എല്ലാ ആസ്പെക്ട്സും ഫ്രീക്വൻസി മോഡുലേഷനും നമ്മൾ പഠിക്കേണ്ടി വരും. ഡിഫറെന്റ് ജനറേഷൻ മെക്കാനിസം, ഡീമോഡുലേഷൻ മെക്കാനിസംസ്, ഇതൊക്കെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന് മുമ്പ് 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. റിസീവർ, സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറും, പിന്നെ PLL യൂസ് ചെയ്തിട്ടുള്ള കരിയർ സിങ്ക്രണൈസേഷൻ, പിന്നെ 2 TV സിസ്റ്റത്തിലെ 2 സ്റ്റാൻഡേർഡ്സ്, കൂടാതെ CCTVയുടെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം മതിയാവും. ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ സ്റ്റാർട്ടിങ്ങിൽ ചാനൽസ് ആൻഡ് റിസീവേഴ്സ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ചാനലിന്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ സോഴ്സസിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ സോഴ്സ് കോഡിംഗ് എന്താണ്, വേവ് ഫോം കോഡിംഗ് മെത്തേഡ്സ്, സാമ്പിളിംഗ് തിയറം. അത് കഴിഞ്ഞിട്ട് പൾസ് കോഡ് മോഡുലേഷൻ ടെക്നിക്സിലേക്ക് പോവാണ്. പൾസ് കോഡ് മോഡുലേഷന്റെ ഓൾമോസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ ലീനിയർ സോഴ്സ് കോഡിംഗ് ടെക്നിക്, ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ, അഡാപ്റ്റീവ് പൾസ് കോഡ് മോഡുലേഷൻ, ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഡെൽറ്റ മോഡുലേറ്റർ, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേറ്റർ, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സിഗ്നലിംഗ് കോഡ്സിനെ പറ്റിയിട്ടുള്ള സെക്ഷനാണ്. പിന്നെ ഡിജിറ്റൽ മോഡുലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ASK, PSK, BPSK, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ. പിന്നെ ചാനൽ കോഡിംഗ് ആൻഡ് റിസീവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ. ഇത്രയും കാര്യങ്ങൾ. ചാനൽ ചെറുതായിട്ട് കോഡിംഗ് സെക്ഷൻ വരുന്നുണ്ട്. ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗിൽ വരുന്ന ബ്ലോക്ക് കോഡ്സ്, സൈക്ലിക് കോഡ്സ്, റിപ്പീറ്റേഷൻ കോഡ്, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിസീവറിൽ കോറിലേഷൻ, മാച്ച്ഡ് ഫീൽഡ് റിസീവർ, ഈ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അനലോഗ് കമ്മ്യൂണിക്കേഷൻ്റെയും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെയും എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലാണ് മൊഡ്യൂൾ 7 അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾ 8 എന്ന് പറയുന്നതാണ് 20 മാർക്സിനുള്ള സെക്ഷനായിട്ട് വളരെ വാരി വലിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 8-ലുള്ളത്. അതിൽ മെയിനായിട്ട് വരുന്നത് 3 ആൾക്കാരാണ്. സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, പിന്നെ പബ്ലിക് അഡ്രസ് സിസ്റ്റം. അതിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ, അതിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങൾ, എല്ലാ തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സും ഇതിൻ്റെ അകത്ത് വാരി വലിച്ചിട്ടിട്ടുണ്ട്. കൂടാതെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സെൻസേഴ്സിന്റെ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ, ബേസിക് പ്രിൻസിപ്പിൾസ്, ഓൾഡ് സെൻസേഴ്സ് മുതൽ ലേറ്റസ്റ്റ് സെൻസേഴ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ എലിമെന്റ്സ് ഓഫ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്ന സെക്ഷനും കൂടെ, അതൊരു ചെറിയ സെക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് 20 മാർക്സിന് മൊഡ്യൂൾ 8 എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്ന മൊഡ്യൂൾ 9 എന്ന് പറയുന്ന പവർ സിസ്റ്റത്തിന്റെ ഒരു ടോപ്പിക്കാണ്. ബേസിക് ആയിട്ട് ഇലക്ട്രിക്കൽ ഡൊമൈനിൽ പെട്ട ഒരു ടോപ്പിക്കാണ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പവർ സിസ്റ്റത്തിൽ മെയിൻ ടോപ്പിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു സെക്ഷനായിട്ട് ഇലക്ട്രോണിക്സിന്റെ ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അതായത് റെക്ടിഫയേഴ്സ്, പിന്നെ റെഗുലേറ്റഡ് പവർ സപ്ലൈ, പിന്നെ വോൾട്ടേജ് റെഗുലേറ്റർ, പിന്നെ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ, ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ പവർ സിസ്റ്റം എന്ന് പറയുന്ന മൊഡ്യൂളിൽ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബേസിക് ആയിട്ട് സിലബസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. 9 മൊഡ്യൂൾസ് ആണുള്ളത്. അതിൽ 8th മൊഡ്യൂൾ മാത്രം 20 മാർക്സിന്, ബാക്കി എല്ലാ മൊഡ്യൂളും 10 മാർക്സിനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എക്സാമിന് വേണ്ടി നമ്മുടെ മുന്നിലുള്ളത് 3 മാസമാണ്. നമുക്കറിയാം എക്സാം നടക്കാൻ പോകുന്നത് 29/7-നാണ്. അതായത് ജൂലൈ 29-നാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 months അല്ലെങ്കിൽ ഒരു 90 days നമ്മുടെ മുന്നിലുണ്ട്. ഈ 90 days ഇഫക്റ്റീവ്ലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസവും സ്പെയർ ചെയ്യാതെ ഇഫക്റ്റീവ്ലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ സിലബസ് കവർ ചെയ്യാൻ പറ്റും. വളരെ ഡെപ്തിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ബേസിക്സ് ഒരു മോഡറേറ്റ് ലെവലിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു നല്ല മാർക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ വളരെ നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 8 ആണ്. മൊഡ്യൂൾ 8-ൽ പിന്നെ മൊഡ്യൂൾ 9-ലെ പവർ സിസ്റ്റം, ഇതൊഴിച്ച് ബാക്കിയെല്ലാം ഇലക്ട്രോണിക്സ് ഡൊമൈനിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോവാം. അതിൽ 90 days-ന് നമുക്ക് വേണമെങ്കിൽ 70 + 20 days ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ 70 days കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി 20 days എന്ന് പറയുന്നത് റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഓക്കെ, അതിൽ നമുക്കറിയാം 70 days ഉണ്ട്. 70 days-നെ നമുക്ക് വേണമെങ്കിൽ 9 weeks ആയിട്ട് കൺസിഡർ ചെയ്യാം. 9 weeks ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീക്കിലും
ഈച്ച് വീക്കിൽ ഓരോ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഒരു വീക്കിൽ ഒരു മൊഡ്യൂൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 9 വീക്സ് കൊണ്ട് we can cover 9 modules. അപ്പോൾ ശരിക്കും 9 വീക്സ് എന്ന് പറഞ്ഞാൽ 9 into 7 63 ഡേയ്സേ ആവുന്നുള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ 70 ഡേയ്സ് കവർ ചെയ്യാൻ വേണ്ടി, സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും ചില ദിവസങ്ങളൊക്കെ നമുക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ 1 മൊഡ്യൂൾ പെർ വീക്ക് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എക്സാം വരുന്നതിൻ്റെ 20 ഡേയ്സ് ബിഫോർ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്ന 20 ഡേയ്സിൽ മാക്സിമം റിവിഷന് വേണ്ടി കണക്കാക്കുക. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ മാക്സിമം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ മൊഡ്യൂൾസ് സെക്ഷനിൽ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് സംഘടിപ്പിച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ഈ എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പുതിയ ക്ലാസ്സുകളും കൂടാതെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ ക്ലാസ്സുകളും പുതിയ ഇൻഫർമേഷൻസും ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.